ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിലെ മുറിയിൽ നോട്ട് കത്തിയ സംഭവം ഇന്ത്യയും വിദേശത്തുമൊക്കെ വ്യാപകമായി ന്യൂസ് പ്രചരിച്ചു. ഈ സംഭവത്തോടനുബന്ധിച്ച് സുപ്രീം കോടതി ഒരു 3 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഹരിയാന, പഞ്ചാബിലെ ചീഫ് ജസ്റ്റിസും 2 ചീഫ് ജസ്റ്റിസുമാരും അതുപോലെ തന്നെ കർണാടക ഹൈക്കോടതിയിലെ ഒരു ലേഡി ജഡ്ജുമാണ് സമിതിയിലുള്ളത്. അവർ തെളിവെടുപ്പ് സുപ്രീം കോടതിയുടെ നിയോഗത്തെ തുടർന്ന് ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹി കമ്മീഷണർ സഞ്ജയ് അറോറയെ സമിതി ചോദ്യം ചെയ്തു മൊഴി രേഖപ്പെടുത്തുകയുണ്ടായി. ഡൽഹി DCP ദേവേഷ് മഹലയെയും സമിതി വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുകയുണ്ടായി. അഗ്നിസേന ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടു. കണ്ടെത്തിയ പണം എന്തുകൊണ്ട് പോലീസ് കണ്ടെടുത്തില്ല എന്നുള്ള പ്രസക്ത ചോദ്യം അന്നും ഇന്നും നിൽക്കുകയാണ്. ഇന്ത്യയിലെ ഏത് പൗരൻ്റെ അവിടെ ആയാലും ഇതുപോലെ സംഭവം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്യും. അത് മുഴുവൻ CC ചെയ്യും, തിട്ടപ്പെടുത്തും, പോലീസ് കസ്റ്റഡിയിലാക്കും. ഇവിടെ അമിതമായ നോട്ട് കെട്ടുകൾ ഒരു മുറിയിൽ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്നതും കുറേ ഭാഗങ്ങൾ കത്തിയതും എന്തുകൊണ്ട് പോലീസ് FIR രജിസ്റ്റർ ചെയ്തില്ല? FIR രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ടാണ് പണം കണ്ടെടുക്കാതെ പോയത് എന്ന ഒരു യുക്തി ആണ് ഡൽഹി കമ്മീഷണർ പറയുന്നത്. അവിടുത്തെ DCP ദേവേഷ് മഹലയും ഇവർ രണ്ടുപേരും കുറ്റക്കാരാണ്. അവർ പോലീസിൻ്റെ പണി ചെയ്തില്ല. ഒരു സ്ഥലത്ത് അനധികൃതമായ നോട്ട് കെട്ടുകളുണ്ടെങ്കിൽ അനധികൃത പണം കണ്ടെത്തിയതിന് ഒരു FIR ഇടണം. അത് കത്തിച്ചത് ആര്, അത് കത്തിയത് എങ്ങനെ, അതും ഇതിനെപ്പറ്റിയും ഫയർഫോഴ്സിൻ്റെ റിപ്പോർട്ട് മാത്രമല്ല, പോലീസിന് ആർസൺ കേസിന് തീർച്ചയായിട്ടും FIR ഇടണം. നോട്ട് കെട്ട് ഇപ്പോൾ എവിടെ പോയി എന്നുള്ളതാണ് പ്രസക്തമായ മറ്റൊരു ചോദ്യം. ആരെ പറഞ്ഞിട്ടാണ് അവിടുന്ന് മാറ്റിയത്? അത് കണ്ട പോലീസ് ആദ്യം വന്ന ഫയർഫോഴ്സുകാരുടെയും പോലീസുകാരുടെയും അവരുടെ വാട്സപ്പുകളിലൊക്കെ നോട്ട് കത്തിക്കിടക്കുന്നതും നോട്ട് കത്തുന്നതും ആ മുറിയിലെ നോട്ട് കെട്ടുകളും ഒക്കെ അവരുടെ വാട്സപ്പുകളിൽ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആര് പറഞ്ഞിട്ടാണ് അവർ ഡിലീറ്റ് ചെയ്തത്? അന്വേഷണം വേണം. അവിടെ ഒരു ലേഡി വന്നിട്ട് ഈ നോട്ട് കെട്ടുകളും കത്തിയ നോട്ടുകളും അവിടുന്ന് മാറ്റിയതായിട്ട് പറയുന്നു. അവിടെ നോട്ട് കെട്ടുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞെന്നൊരു മൊഴിയാണ് ഇപ്പോൾ യശ്വന്ത് വർമ്മയുടെ ഡിഫൻസ്. ആദ്യം കണ്ടു എന്ന് പറഞ്ഞ ഫയർഫോഴ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ നോട്ട് കെട്ടുകൾ ആ മുറിയിൽ അട്ടിയടിക്കിരിക്കുന്നതും കുറേ ഭാഗങ്ങൾ കത്തിയെന്നും പറഞ്ഞത്. അതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ആ വിവരം പുറത്തേക്ക് വന്നു. പിന്നീട് അതിനകത്ത് ചില അപാകതകളുണ്ട് ആ മൊഴിയിൽ. അത് പോലീസിനെ അറിയിച്ചിട്ട് ഇമ്മീഡിയറ്റ് നടപടി എടുക്കണം, ഇത് വിളിച്ചു പറയുന്നതല്ല അതിൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള കാര്യങ്ങളോട്ട് വന്നപ്പോഴാണ് അവർ മൊഴി മാറ്റിയത്. അത് അവിടുത്തെ ജസ്റ്റിസ് യശ്വന്ത് ശർമ്മയ്ക്ക് ഗുണകരമായി അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. നോട്ട് കെട്ടുകൾ അവിടെ ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നും തന്നോടാരും പറഞ്ഞിട്ടില്ല എന്നുമാണ് അദ്ദേഹത്തിൻ്റെ വാദഗതികൾ. ഏതായാലും ഡൽഹി കമ്മീഷണറെ ഇപ്പോഴത്തെ നിലപാട് അത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ നിന്ന് ഒളിച്ചോടുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. DCP ദേവേഷ് മഹലെ അത് തന്നെ. അവിടുത്തെ SHOയ്ക്കും ഈ കാര്യത്തിൽ ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട്. കമ്മീഷണറും DCP മാത്രമല്ല, ആ ലോക്കൽ SHO ആണ് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ വരണം. അദ്ദേഹം വന്നില്ലെങ്കിൽ അവിടുത്തെ DYSP വരണം, അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ വരണം. അവർ വന്ന് നോട്ട് കെട്ടുകൾ കസ്റ്റഡിയിൽ എടുക്കണമായിരുന്നു. മഹസർ എഴുതണം, കസ്റ്റഡി എഴുതണം, അതിനൊരു FIR ഇടണം. ഇവിടെ അത് മാത്രം സംഭവിച്ചില്ല. ഇന്ത്യയിലെ ഏത് പൗരൻ്റെ അടുത്ത് വീട്ടിലായാലും ശരി, ഏത് വ്യവസായ സ്ഥാപനത്തിലായാലും ശരി, ഏത് MLA ആയാലും മന്ത്രിയുടെ ആയാലും ശരി, അവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ ഉടൻ തന്നെ FIR എടുക്കുകയും അത് കസ്റ്റഡി എടുക്കുകയും ചെയ്യുന്നതാണ് ഇന്ത്യൻ നിയമങ്ങൾ, ഇന്ത്യയിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ചുമതലകളും അവരുടെ പ്രവൃത്തി അങ്ങനെ തന്നെ. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും വലിയ നോട്ട് കെട്ടുകൾ ഒരു മുറിയിൽ അട്ടിയടങ്ങിയിരുന്നിട്ട് അത് പകുതി കത്തിയിട്ടും എന്തുകൊണ്ട് പോലീസ് അത് സീസ് ചെയ്തില്ല, അത് കണ്ടെടുത്തില്ല, FIR ഇട്ടില്ല എന്നുള്ള പ്രസക്തമായ ചോദ്യം ഇപ്പം സുപ്രീം കോടതിയിലെ നിയോഗിച്ച സമിതി ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വം എന്താണ്? അതിനകത്ത് ആരുടെ അനുവാദം വേണ്ടല്ലോ. അത് ഭരണഘടനയിലും അല്ലെങ്കിൽ CRPC ക്രിമിനൽ നടപടിക്രമത്തിൽ അത് പറയുന്നുണ്ടല്ലോ. അത് SHOയുടെ ചുമതലയാണ് കേസെടുക്കുക. അതിപ്പം ഹൈക്കോടതി ജഡ്ജി ആയാലും ശരി, ആരുടെ ആയാലും ശരി, അവിടുത്തെ ആ ഒരു FIR എടുക്കേണ്ട ചുമതല SHO. ആ കത്തിയ നോട്ടിൻ്റെ ചില ഭാഗങ്ങളൊക്കെ റോട്ടിൽ കൂടെയൊക്കെ ഒഴുകി അവിടെ പോകുന്ന
ശുചീകരണ തൊഴിലാളികൾക്ക് കത്തിയ നോട്ടിൻ്റെ ചില ഭാഗങ്ങൾ ലഭിച്ചതായിട്ടും വാർത്ത കണ്ടു. അത് ഫോട്ടോ സഹിതം വാട്സാപ്പിൽ അവർക്കുണ്ടായിരുന്ന ആ ദൃശ്യങ്ങളുടെ ഫോട്ടോ സഹിതം പത്രങ്ങളിൽ വന്നത് നമ്മൾ കണ്ടു. എന്താണ് ഇവിടെ സംഭവിച്ചത്? കാരണം ഇനിയെങ്കിലും ഒരു ഉത്തരവ് ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ ആ സമിതിയുടെ അനുവാദം കിട്ടണമെന്ന് തന്നെ ഇല്ല. കാരണം ഒരു SHOയ്ക്ക് ഒരു FIR ഇടാം, എന്നിട്ട് ആ നോട്ട് കിട്ടി കണ്ടെടുക്കുക. എങ്ങോട്ട് പോയി അത്? ആരാണ് അത് ചുമന്നുകൊണ്ട് പോയത്? അവരെയും കസ്റ്റഡി എടുത്തിട്ട് നോട്ട് കെട്ടുകൾ കണ്ടെടുക്കുക എന്നുള്ളതാണ് പ്രാഥമികമായ കർത്തവ്യം. പക്ഷേ നോട്ട് കെട്ടുകൾ മുഴുവൻ നശിപ്പിച്ചിരിക്കാം എന്നാണ് കരുതുന്നത്. ആരെങ്കിലും കുറേയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും. അത് നശിപ്പിക്കാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. കാരണം അത് വളരെ വൈറ്റലായ എവിഡൻസാണ്. എന്തായാലും സംഭവം കണ്ടവരുടെ വീഡിയോ വീഡിയോ ചിത്രങ്ങൾ, വീഡിയോ ക്ലിപ്പുകൾ അത് റിമൂവ് ചെയ്യാൻ ആര് പറഞ്ഞു? ആർക്കാണ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ്? ഏത് ഉദ്യോഗസ്ഥനാണ് അത് കളിച്ചത്? അവരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെയുള്ളവർക്ക് ഇത്രയും വലിയൊരു ക്രൈം കണ്ടിട്ട് അതിനൊരു FIR ഇടാതെയും അതിനെ നടപടിയെടുക്കാതെയും അവരെല്ലാം ഒഴിഞ്ഞു മാറുന്ന ഭാഗമാണ് നമ്മൾ കണ്ടത്. ജസ്റ്റിസ് വർമ്മയുടെ വസതിയിൽ നിന്ന് കണ്ടെത്തിയ ആ നോട്ടുകെട്ടുകൾ, അതിൻ്റെ വിശദീകരണം അദ്ദേഹം പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ മുറിയല്ല, അത് വേറെ അതിനടുത്തുള്ള ചില PWDക്കാരുടെയും അല്ലെങ്കിൽ പോലീസിൻ്റെ ഗോഡൗണിൻ്റെയും ഭാഗത്താണ് കണ്ടതെന്നുള്ള ഡിഫൻസും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരും പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ വസതിയിൽ, തൻ്റെ വസതിയുടെ ഒരു പരിധിയിൽ വരുന്നതല്ല ആ മുറി എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതായാലും ഇതിനെ സംബന്ധിക്കുന്ന ഒരു അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും അതല്ല അതിൻ്റെ ഉത്തരവാദിത്വം. ഒരു FIR ഇനിഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്യണം. അത് താമസിച്ചില്ല. ഡൽഹി കമ്മീഷണറും DCPയും ഇമ്മീഡിയറ്റായിട്ട് അതിനൊരു FIR ഇട്ടിട്ട് ആ നോട്ടുകെട്ടിൽ എങ്ങോട്ട് പോയി അത് കണ്ടെടുക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യൻ നിയമം അനുസരിച്ച് അത് പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് സുപ്രീം കോടതി അതിന് ശേഷമുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു അന്വേഷണം നടക്കുന്നുണ്ടെന്നല്ലാതെ ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. അത് സുപ്രീം കോടതി അനുവാദവും വേണ്ട, അവിടുത്തെ ഹൈക്കോടതി ജഡ്ജിയുടെ അനുവാദം വേണ്ട. കാരണം ഒരു FIR, ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് തയ്യാറാക്കേണ്ട ചുമതല അവരല്ല, അത് പോലീസ് തന്നെയാണ്. പോലീസ് എന്തുകൊണ്ട് ആ മാർച്ച് 14 സമയം ഇപ്പോൾ ഏപ്രിൽ ഏകദേശം 10-20 ഒരു 1.5 മാസമായിട്ട് എന്തുകൊണ്ട് നടപടി എടുത്തില്ല? ഇനിയെങ്കിലും ആ നടപടി കംപ്ലീറ്റ് ചെയ്യണം. അതാണ് ഇന്ത്യൻ നിയമം. അതുകൊണ്ട് ആ രീതിയിലേക്ക് ഡൽഹി പോലീസ് വരണം. താമസിച്ചാലും അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ മതി. അതിനകത്ത് ഒരു അന്വേഷണം തുടങ്ങിക്കഴിയുമ്പം നോട്ടുകെട്ടുകൾ ഇമ്മീഡിയറ്റായിട്ട് കണ്ടെടുക്കാനുള്ള നടപടി, അല്ലാതെ എവിടെ പോയി, അത് എങ്ങോട്ട് അപ്രത്യക്ഷമായി, ആര് കൊണ്ടുപോയി, അല്ല ആര് നശിപ്പിച്ച് കളഞ്ഞു, അതാണ് ഇമ്മീഡിയറ്റായിട്ട് വേണ്ട ഒരു ഘടകം. അതുകൊണ്ട് പോലീസ് കൃത്യമായി അവരുടെ ജോലി നിർവഹിക്കാതെ പോയി. അത് ഹൈക്കോടതി ജസ്റ്റിസ് ആയതുകൊണ്ടാകാം, ആ ഒരു ഭയം കൊണ്ടാകാം. അതല്ല അവരുടെ ഉത്തരവാദിത്വം. ആരെയും ഭയക്കേണ്ട കാര്യമില്ല. അവരൊരു FIR അടിയന്തരമായിട്ട് ഈ കേസിന് രജിസ്റ്റർ ചെയ്യണം.